ഹേ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ ഈ ഒരു ചൂട് നല്ല രീതിയിൽ കൂടി വരികയാണ്. വീടിനകത്താണെങ്കിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുമല്ല അതുകൊണ്ട് തന്നെ വീഡിയോസും കറക്റ്റ് ഇടാൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തോ ഒരു പ്രത്യേകതരം പനി, നല്ല ചുമയും തുമ്മലും, ഇങ്ങനെ ചില സമയങ്ങളിൽ ശബ്ദം പോവും, ചില സമയങ്ങളിൽ റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. നല്ല രീതിയിൽ ചുമയുണ്ട്. പിന്നെ ഈ ഒരു ചൂട് മൊത്തം കൊണ്ടും റെക്കോർഡിങ്ങും നല്ലതുപോലെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് കറക്റ്റ് ആയിട്ട് സമയത്തിൽ ഇടാനും കഴിയുന്നില്ല. അപ്പൊ എന്തായാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇനി ഇടാൻ ശ്രമിക്കാം. പിന്നെ നല്ല സന്തോഷമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് അടുത്ത ദിവസം എന്തായാലും ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2003 ഒരു സൈഫൈ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ബോൺ സ്നാച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിന്റെ ആ ഒരു വൺ ലൈൻ പറഞ്ഞിട്ട് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്തായാലും കളയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ആഫ്രിക്കയിലുള്ള ഒരു വലിയ മരുഭൂമി ഇങ്ങനെ കാണുകയാണ്. അതുമല്ലാതെ ഈ ഒരു മരുഭൂമി പ്രദേശത്ത് ഒരു മൈനിങ് കമ്പനി ഉണ്ട്. ഈ ഡയമണ്ട്, രത്നം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൈൻ ചെയ്തെടുക്കുന്ന ഒരു കമ്പനി. ഇപ്പൊ ആ ഒരു കമ്പനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് 3 ആർക്കിയോളജിസ്റ്റുകളെ ഈ മരുഭൂമിയിൽ എവിടെയൊക്കെയാണ് ഡയമണ്ടും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ അവര് 3 പേരായാലും ഈ ഡയമണ്ടിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയൂല എന്നറിയാൻ വേണ്ടി ഈ ഒരു മരുഭൂമിയിൽ ചുറ്റി നടക്കുന്നതും അങ്ങനെ ഇവർ ചെക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസ് വെച്ചിട്ടാണ് ഇവർ പരിശോധിക്കുന്നത്. അപ്പോഴേക്കും അതിൽ നല്ല രീതിയിൽ റീഡിംഗ് എല്ലാം ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ ആ ഒരു റീഡിംഗ് 3 പേര് കാണുന്നതും അതിലൊരു താടിക്കാരൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് പോയി നോക്കാം, ഈ ഒരു സിഗ്നൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എന്നറിയാൻ വേണ്ടി ഇവർ 3 പേരും വണ്ടി എടുത്തിട്ട് ആ ഒരു വശത്തേക്ക് ഇങ്ങനെ പോയി നോക്കുന്നതും അവർ പോകുന്ന വഴിക്ക് തന്നെ കുറെ കമ്പുകളെല്ലാം ഇങ്ങനെ കുത്തിവെച്ച് ഈ ഉണങ്ങിയ മരമെല്ലാം നിൽപ്പുണ്ട്. അതിനടുത്തായിട്ട് കുറെ മനുഷ്യരുടെ തലയോട്ടിയും എല്ലും എല്ലാം അങ്ങനെ കെട്ടിവെച്ചു, എന്തോ ഒരു സൂചന നൽകുന്നത് പോലെ. ഒരു പക്ഷെ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്തുള്ള ആളുകൾ വല്ലതും ചെയ്തതായിരിക്കാം. അങ്ങനെ ഇവരാണെങ്കിലും അതെല്ലാം കണ്ടിട്ട് വലിയ കാര്യമാക്കാതെ അതും കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരിടത്തായിട്ട് ഒരു മൺകൂന എങ്ങനെയുണ്ട്. കാരണം ഈ ഒരു മരുഭൂമിയിൽ ഇതൊരു പ്രത്യേകതരായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ വരെ വന്നിട്ടും ആ ഒരു സിഗ്നൽ കാണിച്ചത് എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ ഒരു മണ്ണിന്റെ സാമ്പിളും എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അതിൽ ആ ഒരു ചുവന്ന ഷർട്ട് അവൻ നേരെ അവിടേക്ക് ചെന്ന് അവന്റെ കയ്യിലുള്ള ചുറ്റിയിലെടുത്തിട്ട് ആ ഒരു മൺകൂന ഇടിച്ചങ്ങനെ പൊട്ടിക്കുന്നതും പെട്ടെന്ന് അതിനകത്ത് നിന്ന് എന്തോ ഒരു ക്രിയേച്ചർ വെളിയിലേക്ക് വരുന്നത് പോലെ അവനാണെങ്കിൽ അത് കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും അന്റാർട്ടിക്കയിലെ ഒരു റിസർച്ച് സെന്റർ ആണ് കാണിക്കുന്നത്. അങ്ങനെ അതിനകത്താണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ സാക്ക് ഉള്ളത്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെയും റീഡിംഗിൽ എന്തോ ഒരു വ്യത്യാസം കാണിച്ചിട്ട് ഇതിനകത്തുള്ള ടെമ്പറേച്ചറിൽ എന്തോ ഒരു തകരാറ് സംഭവിക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സിസ്റ്റം അനലൈസർ ആണ്. അങ്ങനെ ഇവനാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് നോക്കിയിട്ട് ഹീറോ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം ഈ ഒരു പ്രശ്നം അങ്ങ് പരിഹരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനകത്തുള്ളവര് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ചെയ്ത ഈ ഒരു കാര്യം കണ്ടിട്ട് അവന്റെ ബോസ് ആണെങ്കിൽ നേരെ അടുത്തേക്ക് വന്ന് അവൻ ചെയ്ത ഒരു ജോലി ഇഷ്ടപ്പെട്ടിട്ട് അവനെ നല്ല രീതിയിൽ അഭിനന്ദിച്ച് അവനോട് പറയും, ശരി നിനക്ക് മറ്റൊരു ജോലിയുണ്ട്, പ്രധാനപ്പെട്ട ജോലിയാണ്, അത് നിനക്കാണ് ഞാൻ തരാൻ പോകുന്നത്. അവിടെ നീ ഒരു സിസ്റ്റം അനലൈസർ ആയിട്ട് പോകണം. നമ്മുടെ ഈ ഒരു സെന്ററിൽ നിന്ന് 3 പേര് അവിടേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാനായിട്ട് നീ പോകണമെന്ന് പറഞ്ഞ് ആ ഒരു പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ഹീറോയെ ഏൽപ്പിക്കുന്നതും ഹീറോയ്ക്കും അത്രേ സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ അവന്റെ ബോസ് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരാണ്. വന്നിറങ്ങുമ്പോഴത്തേക്കാണ് ആഹാ ഏത് സ്ഥലമാണെന്ന് വെച്ചാല് ഇതിനു മുന്നേ 3 പേര് ഒരു മരുഭൂമിയിൽ വന്ന് പെട്ടല്ലോ, അതേ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഷടാ ഇത് എന്ത് മാതിരി സ്ഥലമാണ്, നല്ലൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണോ കൊണ്ട് ഇറക്കിയിരിക്കുന്നത് എന്ന് പറയുന്നതും ആ ഒരു ഡ്രൈവർ ആണെങ്കിൽ പെട്ടെന്ന് അവൻ അവിടെ ഇറക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഹീറോ നോക്കുമ്പോഴത്തേക്കും കണ്ണത്താ ദൂരത്തോളം മരുഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ അവൻ വന്ന് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് ഒരു അപ്പൂപ്പൻ ഒരു 4 കമ്പും ഒരു ടാർപ്പെല്ലാം വലിച്ചു കിട്ടിയിട്ട് കുറെ മരുന്നുകളെല്ലാം എടുത്തു വെച്ച് അത് വിൽക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു മരുഭൂമിയുടെ നടുക്ക് ഇതാരാണ് മരുന്ന് വാങ്ങിക്കാൻ വരുന്നത്? അപ്പൂപ്പന്റെ തലയിലാണെങ്കിലും മുടിയൂല്ല. അപ്പൊ ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് അപ്പൂപ്പാ ഈ തലവേദനക്കുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ ഒരു മരുന്ന് എടുത്ത് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത് വാങ്ങി കഴിക്കാതെ വേറെ നിവർത്തിയില്ല. ഇപ്പോ അപ്പൂപ്പനാണല്ലോ ഈ ഒരു മരുഭൂമിയിലെ ഡോക്ടർ. അങ്ങനെ ഹീറോ അവിടെ നിൽക്കുന്നതും പെട്ടെന്ന് ഹീറോയെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഒരു വണ്ടി അവിടേക്ക് വരികയാണ്. അതിൽ നിന്ന് ഒരുത്തൻ ചാടി ഇറങ്ങുന്നു. അപ്പൊ അവനെ എന്തായാലും നമുക്ക് ലോകൻ എന്ന് വിളിക്കാം. അങ്ങനെ ലോകം വന്ന ഉടനെ ഹീറോയെ കാണുമ്പോൾ തന്നെ അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ഹീറോയോട് പറയും, അപ്പൊ നിന്റെ പേരാണല്ലേ സാക്ക്, ഞങ്ങളോ ഇവിടെ ജോലി ചെയ്തിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പിന്നെയാണോ നീ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ മറിക്കാൻ പോകുന്നത്? അപ്പോഴേക്കും നമ്മുടെ ഹീറോ അധികം അങ്ങനെ മിണ്ടത്തില്ല. അതിനുശേഷം അവനെ വിളിച്ചിട്ട് ഇവരുടെ ആ ഒരു ക്യാമ്പിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു ക്യാമ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയുടെ ബാഗ് എല്ലാം നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്. ഒരു സെക്യൂരിറ്റി ചെക്കപ്പാണ്. അങ്ങനെ അത് ചെയ്യുന്നത് നമ്മുടെ ഈ മൂല ഹീറോയിൻ. അങ്ങനെ ബാഗ് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്ന് ചെറിയൊരു മെഷീൻ കിട്ടുന്നത്. അപ്പൊ അത് എടുത്ത് വെച്ചിട്ട് അല്ല ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഓ ഇത് വെള്ളം കണ്ടുപിടിക്കുന്ന ഒരു മെഷീനാണ്. 100 മീറ്റർ താഴെ എവിടെ വെള്ളം ഉണ്ടെങ്കിലും ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടേക്ക് ഒരു മുട്ട ഇങ്ങനെ വരുന്നു. അതല്ലേ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെ എല്ലാം പിടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവന്റെ കയ്യിലുള്ള ചെറിയ ബാഗ് ഉണ്ട്, അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് മേഡം അതെടുത്ത് നോക്കണോ,
ആ നോക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് തുറന്ന് നോക്കുന്നതും അതിനകത്ത് കുറെ കളർ ബലൂണുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയും പറയും, ഈ ഒരു മരുഭൂമിയിൽ എന്തായാലും ഈ ഒരു ബലൂൺ വെച്ചിട്ട് നീ ഒറ്റയ്ക്ക് ഊതി കളിക്കത്തേ ഉള്ളൂ. ബലൂൺ എന്ന് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്തോ ഒരു ബുക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു അപ്പൂപ്പനുണ്ട് അയാളെടുത്ത് നിക്കറിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലോകനാണെങ്കിൽ പെട്ടെന്ന് അതെ അധികം തരാൻ പറയുമ്പോഴത്തേക്കും ഇയാളെ തമാശയെല്ലാം പറഞ്ഞിട്ട് ഇത് ഇവർക്ക് കൊടുക്കത്തില്ല. ഇത് കാണുന്നത് നമ്മുടെ ലോകന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അപ്പൂപ്പൻ ഇടിക്കാനായിട്ട് ചെല്ലുന്നതും രണ്ടുപേരും ഇടിയോടി അപ്പൂപ്പൻ ഇടിച്ച് താഴേക്കിടുന്നു. എന്നിട്ട് ആ ഒരു ബുക്ക് എടുത്തിട്ട് അടുത്തതായിട്ട് ഇവർ പോകാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് സീനിൽ 3 പേരെ കാണാതായല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ്. കാരണം അവരെ 3 പേരെ കണ്ടുപിടിക്കണം. ഒരുപക്ഷെ അവരവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഡയമണ്ട് അല്ല ഉള്ള സ്ഥലം കണ്ടുപിടിച്ചോ ഇല്ലയെന്ന് അറിയണം. അങ്ങനെ ഇവരെല്ലാവരും ഒരു ടീമായിട്ടാണ് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത്. അതല്ല ഇപ്പൊ ഇവരെ ഓടിക്കുന്ന ഈ ഒരു വണ്ടിയുടെ ഡ്രൈവർ മഗ്ഡ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ്. അതുപോലെ അത് ഈ ഒരു വണ്ടിയുടെ മുകളിലായിട്ട് ഒരുപാട് പെട്രോൾ ക്യാനും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കയറ്റുന്നുണ്ട്. ഒരു തോക്കെടുത്ത് ഇങ്ങനെ കൈവയ്ക്കുന്നത് ഹീറോ ചോദിക്കാല്ല ഈ തോക്ക് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ ഇതേപോലെ അവിടേക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ രത്നവും ഡയമണ്ട് എല്ലാം മോഷ്ടിക്കാനായിട്ട് കുറച്ച് കൊള്ളക്കാർ വന്നു. അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞ് ഹേയ് നീ പേടിക്കൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മന്ത്രവാദി അപ്പൂപ്പൻ അങ്ങനെ ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ മുട്ടയുടെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ എന്തോന്ന് ഇങ്ങനെ കൊടുക്കുകയെല്ലാം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ മുട്ടയ്ക്കാണെങ്കിൽ ദൈവവിശ്വാസം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ അത് വാങ്ങി വയ്ക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു വണ്ടി ഓടിച്ച് ഈ മരുഭൂമി പ്രദേശത്തോടെ ഒരുപാട് ദൂരം അങ്ങനെ പോകുന്നതും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു ട്രക്കിന്റെ പുറകെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിങ്ങനെ കിടക്കാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു വണ്ടി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയും, ഹേയ് അവിടെ ഒരു വണ്ടി കിടപ്പോട്ട് നമ്മുടെ ആളുകളുടെയാണെന്ന് തോന്നുന്നു, എന്തായാലും അങ്ങോട്ട് വിടാന്നും പറഞ്ഞിട്ട് ഇവര് നേരെ അവിടേക്ക് ചെന്ന് നോക്കുന്നതും വണ്ടിയിൽ അങ്ങനെ ആരെയും കാണാനില്ല. താഴേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് മുന്നിലായിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ വന്ന ആ ഒരു 3 പേരിൽ 2 പേരുടെ ശരീരം മാത്രം അവിടെ കിടക്കുന്നു. ശരീരം എന്ന് പറയാൻ കഴിയത്തില്ല, അവരുടെ എല്ലുകൾ മാത്രം. അതിനകത്ത് മാംസം എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം കാണുന്നതും ഇവരെല്ലാവരും നല്ല രീതിയിൽ പേടിച്ചു. ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയത്തില്ല. അപ്പോഴേക്കാണ് ഇവരുടെ കൂടുതലുള്ള ലോകനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അവൻ നേരെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇതിപ്പോ 3 പേരിൽ 2 പേരുടെ ശരീരം മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരുത്തനായിരിക്കാം ഇവരെ 2 പേരെ കൊന്നിട്ട് ആ ഒരു രത്നങ്ങളെല്ലാം എടുത്തോണ്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ മൊട്ട ഒരു തോക്ക് എടുത്ത് വെച്ചിട്ട് ഏയ് എല്ലാവരും ഇവിടേക്ക് വന്നതെന്ന് പിന്നെ പറയുന്നതും ഓടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആരോ നടന്നു പോയതുപോലെ കാൽപ്പാടുകൾ ഇങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 3ാമനായിരിക്കണം ഇവരെ കൊന്നിട്ട് ഈ ഒരു വഴിയെ പോയിട്ടുള്ളത്. വാ അവനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു കാൽപ്പാടുകൾ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതാണെങ്കിൽ ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൊട്ട വെട്ടുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. അപ്പോൾ ലോകം വന്നിട്ട് ചോദിക്കും, ഹേയ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല നമ്മൾ ഫോളോ ചെയ്ത് വന്നപ്പോഴത്തേക്കും 2 കാലിന്റെ പാടുകൾ മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പോ അത് 4 കാലുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇത് കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ട്, നടന്ന് ഫോളോ ചെയ്യാനായിട്ട് എന്തായാലും കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൂടെയുള്ള ഒരു ക്ലീനർ ഉണ്ട്. അവനോട് പറയും, നീ മഗ്ഡയോട് വണ്ടി എടുത്തിട്ട് ഇവിടേക്ക് വരാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നടന്നു പോകുന്നു. അവനാണെങ്കിൽ ആ ഒരു വണ്ടി എടുക്കാനായിട്ട് അവിടേക്കും പോകുന്നു. അങ്ങനെ ഇവര് നടന്ന് കിടന്ന് ഒരുപാട് ദൂരം എത്തി. ഇപ്പോ നേരത്തെ ആ ഒരു കമ്പോളെല്ലാം കുത്തിവെച്ചൊരു സ്ഥലം ഉണ്ടല്ലോ, ഈ അസ്ഥിയോടെല്ലാം വെച്ച് കെട്ടിയ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് അതിലുള്ള തലയോട്ടിലേക്ക് ഇങ്ങനെ തൊടാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട വെട്ടുന്നു. ഹേയ് അനിയ നിർത്ത്, നീ അതിൽ തൊടേണ്ട ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിൽ തൊട്ടിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാനാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇത് മതസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? മതസംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഇത് എന്റെ മതമല്ല, ഇത് സാത്താന്മാരുടെ ഒരു മതമാണ്. ഇവിടേക്ക് വരുന്നവരെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും ആ ഒരു മന്ത്രവാദി അപ്പൂവൻ കൊടുത്തല്ലോ ആ ഒരു തലയോട്ടി, ഒരു ചെറിയ തലയോട്ടിയാണ്, അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന് മുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന തലയോട്ടി പോലെ തന്നെയുണ്ട്. അതേ സമയം നമ്മുടെ മഗ്ഡ ആണെങ്കിലും ആ ഒരു വണ്ടി എടുത്തിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇവരെല്ലാവരും ട്രക്കിലേക്ക് കയറിയിട്ട് ആ ഒരു കാൽപ്പാട് ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. ആ പോകുന്ന സമയത്ത് തന്നെ ലോകൻ ഈ സി ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് അവരോട് പറയും, ഇതേപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേരെ കൊന്നിട്ട് ഒരുത്തൻ രക്തമായിട്ട് ഇവിടെ നിന്ന് കടന്നു കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ അവനെ ഫോളോ ചെയ്ത് പോവാണ്, പോലീസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിവിടേക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നതും അവിടെ നിന്ന് പറയും, പക്ഷെ പോലീസും മറ്റുള്ളവർ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ 2 ദിവസമാവും എന്ന് പറയുമ്പോൾ അത്രയും ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതിനു മുന്നേ തന്നെ ഈ ഒരു കാൽപ്പാടുകൾ മാഞ്ഞു പോവും എന്നുള്ള രീതിയിൽ ഇനിയിപ്പോ എന്തായാലും അവനെ നമുക്ക് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരമായിട്ട് ഒരു ശരീരം ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതും തലയില്ലാത്തൊരു മനുഷ്യ ശരീരമാണ് അവിടെ കിടക്കുന്നത്, എല്ലുകൾ മാത്രമായിട്ട്. ഇത് കാണുന്ന ലോകനാണെങ്കിൽ വട്ടായി പോയി. ഈ വൈരരത്നമെല്ലാം മോഷിച്ചിട്ട് ഇത്രയും കിലോമീറ്റർ നടന്നു വന്ന് ഇവിടെ വന്ന് മരിച്ചിടക്കെ ഈ മണ്ടൻ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാതെ അങ്ങനെ ഇരുന്നിട്ടാണ് ലോകം പറയുന്നത്, ഒരുപക്ഷെ ഇത് നമ്മൾ അന്വേഷിച്ചു വന്ന ആവർത്തനായിരിക്കത്തില്ല എന്ന് പറയുന്നതും അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം മഗ്ഡ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുകളിൽ കയറ്റിരിക്കുന്ന പെട്രോൾ ക്യാനുകൾ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ അടുത്തുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് കൊണ്ടു കൊടുക്കണം, അതുകൊണ്ട് പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ ലോകൻ പറയും, നമ്മുടെ ആളുകളെ എല്ലാം ആരോ കൊന്നിരിക്കുന്നു, അവരെ വിട്ടിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ അത്യാവശ്യം, ഇതാരാണെന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ ആരും ഇവിടെ നിന്ന് പോകുന്നില്ല എന്നവൻ വാശി പിടിക്കുന്നതും വേറെ നിവർത്തിയില്ലാതെ എല്ലാവരും അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാണ്. അതല്ലേ എല്ലാവരും വണ്ടിയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ രാത്രി ഉറക്കവും വരുന്നില്ല. വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഇമാതിരി അവസ്ഥ. അങ്ങനെ ഉറക്കം വരാത്തത് കൊണ്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെയുള്ള ഒരു ബോർഡ് ഉണ്ട്, അതെടുത്ത് വെച്ചിട്ട് ഈ ഒരു സർഫിംഗ് ബോർഡ് ഉണ്ടല്ലോ അതേ
അതേപോലെ ഈ ഒരു മണലിലൂടെ അങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ഇടയ്ക്ക് വന്നിട്ട് അതെ ഈ രാത്രി ഉറക്കമില്ലാതെ കളിക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചൂടെ എന്നെല്ലാം പറയുന്നതും ഹീറോ പിന്നെയും അതുപോലെയെല്ലാം ചെയ്യുമ്പോഴത്തേക്കാണ് അവൻ കൊണ്ടുവന്നൊരു മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു മെഷീൻ പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ അത് നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് അല്ല രാത്രി സമയത്ത് നല്ല തണുപ്പാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് അടുത്തിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് മാറ്റാൻ കഴിയത്തുള്ളൂ എന്നും പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും കുറച്ച് ബലൂൺ കൊണ്ടുവന്നു, അത് ഉപയോഗിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഓരോന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നതും വണ്ടിയിലെ ഡ്രൈവർ ഹേയ് അവിടെ എന്താ നടക്കാൻ പോകുന്നേ എന്ന് എന്നെ ചോദിക്കുന്നതും ചേടാ ഇത് ശരിയാവത്തില്ല, ബലൂണുകളെല്ലാം അവസാനം വരെയും എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഹീറോ അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ പുറകിൽ എന്തോ ശബ്ദം. തിരിഞ്ഞു നോക്കുന്നതും ആഹാ എന്താണെന്ന് കാണിക്കുമ്പോൾ ഒരു വലിയ രൂപം കറുത്തിട്ട് അത് കാണുന്നത് എന്റെ അമ്മോ പ്രേതമെന്നും പറഞ്ഞിട്ട് നേരെ വിളിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി ഇങ്ങനെ പോവാണ്. ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നവരെല്ലാം ചാടി എഴുന്നിട്ട് എന്താന്ന് കാര്യം ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇതേപോലെ ഒരു വലിയ പ്രേതം അല്ലല്ല ഒരു കറുത്ത രൂപം കരടിയാണെന്ന് തോന്നുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ലോകം ചോദിക്കും മരുഭൂമിയിൽ കരടിയോ ഒരു അടി അടിച്ചു തന്നാല് സ്വപ്നം കണ്ട് പേടിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു പറയുന്നു. ഇല്ലല്ല സത്യമായിട്ട് ഞാൻ കണ്ടതാണ്. അങ്ങനെ ഹീറോ പറയുന്നത് ആരും വിശ്വസിക്കാത്തത് കൊണ്ട് നമ്മുടെ ഹീറോയും പെട്ടെന്ന് അവിടേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ മരിച്ച ആ ഒരു 3 പേരുടെ ശരീരഭാഗങ്ങള് അവിടെ കാണാനില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും ഇവരെ വിളിച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതും ഹീറോ പറയുന്നത് എന്തായാലും ഇപ്പൊ സത്യമാണ് എന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കുമ്പോഴത്തേക്കും ലോകൻ അപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. ലോകൻ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറയും അവരുടെ എല്ലാവരുടെ എല്ലുകൾ എവിടേക്കാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഞങ്ങളെല്ലാവരെയും കളിപ്പിക്കാൻ വേണ്ടിയില്ല നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നതും ഷടാ ഈ പാതിരാത്രിയില് അവരുടെ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്കെന്തോ ചെയ്യാനാണ് എന്നെല്ലാം പറയുന്നത് ലോകൻ അത് വിശ്വസിക്കത്തില്ല. അപ്പോഴേക്കും ആ ഒരു മുട്ട വെട്ടുന്ന തൊക്കലോഷ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതെന്തോന്ന് സാധനം തൊക്കലോഷ്. അപ്പോഴാണ് ലോകം പറയുന്നത് ഇയാൾ ഇത് മാത്രമേ പറയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നത് മുട്ട വെട്ടുന്ന ഏയ് ആവശ്യമില്ലാതെ എന്റെ വിശ്വാസത്തിൽ കയറി ഓരോ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഈ മരുഭൂമിയിൽ എന്തോ ഒരു ദൈവം ഉണ്ടെന്നും ആ ഒരു ദൈവമാണ് മരുഭൂമിയിലെ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ബാക്കി എല്ലാവർക്കും പ്രാന്തായിട്ട് നമ്മുടെ ലോകനാണെങ്കിലും പെട്ടെന്ന് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോയുടെ ആ ഒരു മെഷീനിലെ വീണ്ടും അവർ സിഗ്നൽ കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവർ 3 പേരെ കൊന്നല്ലോ, അതെന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതിനെ കണ്ടുപിടിക്കാന്നും പറഞ്ഞിട്ട് മഗ്ഡയോട് പറയും. വണ്ടി എടുക്കാൻ പറയുമ്പോഴത്തേക്ക് അവൾ പറയും ഈ രാത്രിയിൽ ഞാൻ എവിടെ നിന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കാനായിട്ട്, എന്തായാലും രാവിലെ ആവട്ടെ സൂര്യൻ ഒതുക്കട്ടെ എന്നിട്ടേ ഞാൻ വണ്ടി എടുക്കുള്ളൂ എന്ന് പറയുന്നതും ശരി ഇനി രാവിലെ വരെ കാത്തിരിക്കാന്നും പറഞ്ഞ് രാവിലെ ആവുന്നതും ഇവർ വീണ്ടും വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ലോകനും അതേപോലെ തന്നെ അതിനകത്തുള്ള ഒരു ക്ലീനർ പെട്ടെന്ന് രണ്ടുപേരും ഒരു തോക്ക് എടുത്തിട്ട് ഒരുത്തിന്റെ കയ്യിലാണെങ്കിൽ സ്നൈപ്പർ ഇരിപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും മരുഭൂമിയിലേക്ക് ഇറങ്ങി ഈ സ്നൈപ്പർ ഉപയോഗിച്ചിട്ട് കുറച്ച് ദൂരെയായിട്ട് എന്തെങ്കിലും പോകുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു രൂപം ഈ ഒരു മണലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്ത് സാധനം അറിയാൻ കഴിയാതെ അവരിങ്ങനെ നോക്കുന്നതും മുഖത്തിന് വേറെ ഒരു തലയോട്ടിയിരിക്കുന്നു. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ പെട്ടെന്ന് പേടിച്ചിട്ട് അതിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും അത് പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീഴുന്നു. ഷെടാ ഇതെന്താണെന്ന് അറിയാൻ കഴിയാതെ എല്ലാവരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്നലെ കാണാതായിട്ടുള്ള ആ ഒരു എല്ലും കൂടുകളാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു എല്ലും കൂടുകളെല്ലാം എടുത്തിട്ട് ഒരു തൊടിയിൽ കെട്ടിയിട്ട് വണ്ടിക്കകത്തേക്ക് വെച്ചേക്കും. അപ്പോൾ ഹീറോ ആയാലും ഇതെല്ലാം കണ്ടിട്ട് ഇതുപോലെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ വന്നു വിട്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലോകം പറയും എന്റെ പൊന്നോ ഇത് പോയി ആ ഒരു മൊട്ടയോട് പറയല്ലേ, അവനാണെങ്കിൽ ഇനി അതാണ് ഇതാണ് ദൈവമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഇത് കേൾക്കുന്നത് നമ്മുടെ മൊട്ടയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതേ നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാണ് ഇനി ഇതുപോലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറയുന്നതും ശരി നമുക്കെല്ലാവരും ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് വണ്ടിയിലേക്ക് കയറുന്നതിന് മുന്നേ ഹീറോ ചോദിക്കും മൊട്ടച്ചേട്ടാ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലതുപോലെ അറിയാം എന്താണെന്ന് പറയുമ്പോൾ അവനാണെങ്കിലും എന്തായാലും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പറയാൻ പോലെ കുറച്ച് മാസ് കാണിക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞങ്ങനെ നിന്നിട്ട് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു ചെറിയ പയ്യനെ കാണാതായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിലും അവനെ തേടി അലയുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് അവന്റെ തലയോട്ടി മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. തനിയെ നടക്കുന്ന എല്ലും കൂടുകള് മാംസം ഇല്ലാത്ത എല്ലുകള് ഇതെല്ലാം ഇവിടെയുള്ള ഒരു ശക്തി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നെല്ലാം പറയുന്നത്. മഗ്ഡ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് പോയി ഇവരെല്ലാവരും കയറുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വണ്ടിക്കകത്ത് നിന്ന് പുകയെല്ലാം വരുന്നു. പെട്ടെന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുവന്നിട്ട് അതെല്ലാം പെട്ടെന്ന് അടയ്ക്കുന്നതും ഇവരുടെ കൂടെയുള്ള അടുത്തും വന്നിട്ട് വണ്ടി ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്തുള്ള എന്തോ ഒന്ന് നശിച്ചുപോയി. അതുകൊണ്ട് എന്തായാലും വണ്ടി റെഡിയാകാൻ കഴിയത്തില്ല. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിലുള്ള ആ ഒരു പെട്രോൾ ടാങ്ക് ഒന്നും പൊട്ടിത്തെറിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയെല്ലാം സംഭവിച്ചെങ്കിൽ ഇവരെല്ലാവരും ഇപ്പൊ കരിഞ്ഞു കിടന്നേനെ. അങ്ങനെ ഇവരുടെ കയ്യിലൊരു റേഡിയോ ഉണ്ട്, അത് വെച്ചിട്ട് ആരെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് നോക്കുമ്പോഴത്തേക്കും അതും വർക്കാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവരുടെ മുകളിലൂടെ ഒരു മരുഭൂമിയുടെ മുകളിലൂടെ ഒരു എയ്റോപ്ലെയിൻ അങ്ങനെ പറന്നു പോകുന്നു. അതുപോലെ ഇത് പറക്കുന്നത് ഏതോ ഒരു ജീവി അതിങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഇവരുള്ള ഈ ഒരു സ്ഥലം കണ്ട് പക്ഷെ ഇവരുടെ അടുത്ത് ഇറക്കാതെ അത് വേറെ ഇങ്ങോട്ടൊക്കെ പറന്നു പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ പേടിച്ചിട്ട് ഹേയ് ഹേയ് എന്നും പറഞ്ഞിങ്ങനെ ബഹളം വെക്കുന്നതും ഇവര് പറയും എടാ വെറുതെ കിടന്ന് പേടിക്കാതെ, എന്തായാലും നമ്മൾ ഇവിടെയുള്ള കാര്യം അവർ കണ്ടു കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ടായാലും അവർ ഇവിടേക്ക് രക്ഷിക്കാനായിട്ട് ആളെ പറഞ്ഞു വിടും. പക്ഷെ എന്താണ് അത് ഇവിടേക്ക് വരാനായിട്ട് ഏകദേശം 2 ദിവസവും അതുവരെയ്ക്കുള്ള ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് ഈ 2 ദിവസം നമ്മൾ ഇവിടെ മാനേജ് ചെയ്യണം എന്ന് നമ്മുടെ മഗ്ഡ ഇങ്ങനെ പറയുന്നതും ഓക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ടെന്റ് പോലെ എന്തോ റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും വണ്ടിയിലെ ലൈറ്റും മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഉള്ള ആഹാരം എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വീതിച്ചു
മേടിച്ചും കൊടുത്ത് നമ്മുടെ ക്ലീനർ ആണെങ്കിൽ ഈ മരിച്ചുപോയുടെ എല്ലാവരുടെ എല്ല് ഒരു തുണിയിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു തുണി എടുത്തിട്ട് നേരെ സീറ്റിനടിയിലേക്ക് കൊണ്ടുവയ്ക്കും. എന്നിട്ടാണ് അത് പൊതിഞ്ഞു വെച്ച ഒരു തുണി എടുത്ത് അവന്റെ ദേഹത്തേക്ക് ഇടുന്നു. അത് അവന്റെ കോട്ടായിരുന്നു. അപ്പൊ ഇവർ ചോദിക്കും, ഹേയ് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു, അതെന്തിനാ എടുത്ത് ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, രാത്രി തണുപ്പാകുമ്പോഴത്തേക്കും ഈ ഒരു ഭ്രാന്തെല്ലാം അങ്ങ് മാറിക്കോളും. അതേസമയം ഇവരുടെ മുകളിലൂടെ പറന്നുപോയ ഒരു പ്ലെയിൻ അതിപ്പോ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് ചെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അതറിഞ്ഞ നമ്മുടെ വെള്ളമുടിക്കാര അപ്പൂപ്പൻ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു വണ്ടി എടുത്ത് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അങ്ങനെ രാത്രിയാവുന്നതും ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് കുറച്ച് ഒരു വണ്ടിയിൽ കിടന്നുറങ്ങി ബാക്കിയുള്ള ഒരുത്തം മാത്രം കാവലിനിരിക്കണം. ഇതിൽ റൊട്ടേഷൻ പോലെ മാറി മാറിയിരിക്കണം. അപ്പോഴേക്കും നമ്മുടെ ക്ലീനറിന്റെ ജോലി കഴിഞ്ഞിട്ട് അവൻ നേരെ മൊട്ടയുടെ കയ്യിൽ തോക്കും കൊടുത്ത് അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്നൊരു പുതപ്പ് പോലെ എടുത്ത് അവന്റെ മുകളിലേക്ക് മൂടി അതിനകത്ത് കിടന്നിങ്ങനെ ഉറങ്ങാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ശബ്ദം നമ്മുടെ ഹീറോയുടെ ആ ഒരു മെഷീനില്ലേ, ആ ശബ്ദം കേൾക്കുന്നത് മൊട്ടയാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്നതും ഇവന്റെ പുറകെ എന്തോ ഒന്ന് വരുന്നുണ്ട്. എടാ മോനെ എന്താണെന്ന് അറിയാൻ കഴിയാതെ അവന് ചുറ്റിനിങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ക്ലീനറിനെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ എണീക്കുന്നില്ല. അപ്പോഴേക്കും അവർ തുണി ഇങ്ങനെ വലിച്ചു മാറ്റുമ്പോഴത്തേക്കാണ് പൊടി പോലെ എന്തോ ഒന്നൊക്കെ കറുത്ത പൊടി പോലെ എന്തൊക്കെയോ താഴെ വീഴുന്നു. അങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ പാതി ശരീരവും കറുത്ത എന്തോ ഒന്ന് പകുതിയും തിന്നു തീർത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ മൊട്ട വെട്ടുന്ന എല്ലാവരും വാന്നിങ്ങനെ പറയുന്നതും എല്ലാവരും ഓടി അവന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ഒരു കറുത്ത സാധനം നമ്മുടെ മൊട്ടയുടെ കൈയിന്റെ പാതിയും കടിക്കാൻ തുടങ്ങും. അങ്ങനെ അവന്റെ കയ്യിലെ മാംസം എല്ലാം കടിച്ചു തീർത്ത് എല്ല് മാത്രമായിട്ട് ഇങ്ങനെ മാറുന്നതും ബാക്കി എല്ലാവരും നമ്മുടെ മൊട്ടയെ തൂക്കി വണ്ടിക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സാധനം എന്താണെന്ന് വെച്ചാല് കറുത്ത ഉറുമ്പുകളാണ്. അങ്ങനെ ഇവരെല്ലാവരും പേടിച്ച് വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നതും ഈ ഒരു ഇറുമ്പുകളെല്ലാം കൂടി ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് തോക്ക് വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നു. ഈ മണ്ടന്മാരെ കാര്യം തോക്ക് വെച്ചിട്ട് എത്രയെന്ന് പറഞ്ഞ് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട്. അങ്ങനെ ഇതാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ലോകൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഒരു പെട്രോൾ ക്യാൻ എടുത്തിട്ട് അതിലുള്ള പെട്രോൾ എല്ലാം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ച് കത്തിക്കാന്ന് പറഞ്ഞിങ്ങനെ വരുന്നതും പെട്ടെന്ന് മഗ്ഡ വന്ന് അവനെ തടയും. എന്താണെന്ന് വെച്ചാൽ ഇവൻ വല്ല ഇവിടെ തീ വെച്ച് കഴിഞ്ഞാല് ഇതിന് മുകളിലുള്ള ഈ പെട്രോൾ ക്യാൻ മൊത്തവും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതും നമ്മുടെ ലോകൻ ഈ ഒരു പെട്രോൾ എല്ലാം ഒഴിച്ചത് കൊണ്ട് ഈ ഒരു ഉറുമ്പുകള് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുന്നില്ല, എല്ലാം വന്ന സ്പീഡിന് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ അത് കത്തിക്കാതെ ഇവരെല്ലാവരും ചാടി വണ്ടിയിലേക്ക് കയറി. നമ്മുടെ മൊട്ടയ്ക്കാണെങ്കിൽ നല്ല വേദന കാരണം അവനെ മയക്കാനായിട്ട് ഒരു മരുന്ന് കുത്തിയേക്കും. അങ്ങനെ അവൻ മയങ്ങി കിടക്കുന്നതും രക്തം ഒരുപാട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പറയും, ഈ ഒരു ഉറുമ്പുകള് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചുറ്റിനും പെട്രോൾ ഒഴിക്കാന്ന് പറഞ്ഞ് അവൻ പെട്രോൾ കൊണ്ടുവന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലോകനാണെങ്കിൽ ഹീറോയുടെ നിർക്ക് തോക്കും ചൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഹേയ് ലോകൻ നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുന്നതും മണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവന്റെ പുറകില് ആ ഒരു കറുത്ത രൂപം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തകർന്ന് എല്ലുകൾ മാത്രമായിട്ട് ഇങ്ങനെ താഴെ വീഴുന്നതും എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു രൂപമായിട്ട് മാറുന്നത് ഈ ഒരു എറുമ്പുകളാണ്. ഈ മനുഷ്യന്റെ എല്ലുകൾ ഉപയോഗിച്ചിട്ട് അതാണ് ഒരു രൂപമായിട്ട് ഇങ്ങനെ മാറി എഴുന്നേറ്റ് നിൽക്കുന്നത്. അങ്ങനെ ഇത് വീണ്ടും അതേപോലെ തന്നെ ആവുന്നതും അതെല്ലാം വീണ്ടും ഇപ്പൊ തിരിച്ചു പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ലോകൻ അതിന്റെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹീറോ അത് തടയും. അപ്പോൾ ലോകൻ പറയും, ഹേയ് നീ ഇതിനാ തടയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും വഴക്കുണ്ടാക്കി നല്ല ഇതിൽ അടിയുണ്ടാക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് രണ്ടുപേരെ തടഞ്ഞു നിർത്തി, അടിച്ച് ചാവുന്നെങ്കിലും നാളെ വല്ലോ അടിച്ച് ചാവ്, ഈ രാത്രിയിൽ നമുക്ക് ഇപ്പൊ അത്യാവശ്യം കുറച്ച് സേഫ്റ്റിയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ, അതുകൊണ്ട് മാറി നിൽക്കടാ മണ്ടന്മാരെ എന്നും പറഞ്ഞ് രണ്ടുപേരെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ലോകൻ മഗ്ഡയോട് പറയുന്നത്, ശരി അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ തന്നെ മൊട്ടേനെ എടുത്തിട്ട് എത്ര ദൂരം നടക്കാൻ പറ്റൂ അത്രയും ദൂരം നടന്ന് ഇവനെ ക്യാമ്പിനടുത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നിങ്ങനെ പറയുന്നത് മഗ്ഡ പറയും, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ മണ്ട, ആവശ്യത്തിനുള്ള വെള്ളം ആഹാരവും ഇല്ലാതെ ഇവനെ പിടിച്ചിട്ട് എത്ര ദൂരം എന്ന് പറഞ്ഞാണ് നടക്കാനായിട്ട്, എന്തായാലും ആരെങ്കിലും സഹായത്തിന് വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ലോകൻ അതിന്റെ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ മൊട്ടയാണെങ്കിലും ആ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നതും ഇവരെല്ലാവരും അപ്പോഴും വിശ്വസിക്കും, ഒരു ശവം പറഞ്ഞതുപോലെ ഇതെല്ലാം ഉള്ളതാണോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ, ഹീറോയിൻ, ലോകൻ ഇവര് മൂന്നുപേരും ഈ ഒരു മരുഭൂമി നടന്ന് തന്നെ രക്ഷപ്പെടാന്നുള്ള രീതിയിൽ ഒരു പെട്രോൾ ക്യാനും കയ്യിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും നടന്ന് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇത്രയും വലിയ വെയിലില് എത്ര ദൂരം എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് അവസാനം കുഴഞ്ഞ് എല്ലാവരും താഴെ വീഴുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നമുക്കിപ്പോൾ വെള്ളം ആവശ്യമാണ്, അതുകൊണ്ട് എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ഒരു മെഷീനും എടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും വെള്ളം ഉള്ളതായിട്ട് എന്തോ ഒരു സിഗ്നൽ കാണിക്കുന്നു. അപ്പോഴേക്കും അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു വശത്തേക്ക് നടന്ന് ചെല്ലുന്നതും അങ്ങനെ ഇവര് നടന്നിട്ട് ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു മനുഷ്യന്റെ എല്ലും അവിടെ കുറെ എല്ലുകളും അതേപോലെ തന്നെ കുറെ ഉറുമ്പുകളുണ്ട്. വെള്ളമൊന്നും പറഞ്ഞിട്ട് ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് ഇവര് ചോദിക്കുന്നതും നമ്മുടെ ഹീറോ പറയും, എന്റെ ഈ ഒരു മെഷീൻ വെള്ളം മാത്രമല്ല അമ്ലങ്ങളുണ്ടല്ലോ അതും കണ്ടുപിടിക്കും, ഈ ഒരു ഉറുമ്പുകളുടെ ഉള്ളില് ഫോർമിക് ആസിഡ് ഉണ്ട്, അത് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെഷീൻ ഇവിടേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നിങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കാണ് പുറകിൽ നോക്കുമ്പോൾ ഒരു വലിയ ശബ്ദം, തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ മണൽ കാറ്റാണ് വീശുന്നത്. അതാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. മൂന്ന് പേരും ജീവനും കൊണ്ട് അങ്ങനെ ഓടുന്നതും എത്രയെന്ന് പറഞ്ഞിട്ട് ഓടാനായിട്ട് അങ്ങനെ ഓടി ഓടി ഒരിടത്ത് എത്തുമ്പോഴത്തേക്കും ഈ മണൽക്കാറ്റ് ഇവരെ പൊതിയാൻ തുടങ്ങും. അപ്പോൾ
അപ്പോഴേക്കും 3 പേര് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് താഴേക്ക് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു കാറ്റെല്ലാം അവസാനിച്ച് 3 പേര് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ കൊണ്ടുവന്ന ആ ഒരു പെട്രോൾ ക്യാൻ ഉണ്ടല്ലോ അതിലെ പകുതി പെട്രോളും വെളിയിലേക്ക് പോയി. അതുപോലെ നമ്മുടെ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു മെഷീൻ ആണെങ്കിലും കേടായി പോയി. അങ്ങ് ബാക്കിയുള്ളത് ഇത്തിരി പെട്രോള്. ശരി, അതും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് 3 പേര് അങ്ങനെ വീണ്ടും നടക്കുന്നതും രാത്രിയാകുമ്പോഴത്തേക്കാണ് ഈ ഉണങ്ങിയ മരങ്ങളെല്ലാം നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെയാണെങ്കിൽ ഒരു വലിയ മരമുണ്ട്. അതിനടുത്തേക്ക് പോയിട്ട് ഇന്ന് രാത്രി ഇവിടെ കഴിയാന്നും പറഞ്ഞ് 3 പേര് ചുറ്റിനങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ല രാത്രി പക്ഷേ ആ ഒരു ഉറുമ്പുകളെല്ലാം വന്നു കഴിഞ്ഞാല് അതുകൊണ്ട് ഇതിന് ചുറ്റും ബാക്കിയുള്ള ആ ഒരു പെട്രോൾ ഒഴിക്കാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അതിന് ചുറ്റുമായിട്ട് ആ ഒരു പെട്രോൾ ഇങ്ങനെ ഒഴിക്കുന്നു. എന്നിട്ട് അവിടെ കിടന്നാണ് 3 പേര് ഉറങ്ങുന്നത്. അങ്ങനെ 3 പേര് അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നല്ല ഇതിൽ എന്തായാലും ഉറങ്ങാൻ കഴിയത്തില്ല, നല്ല പേടിയായിരിക്കും. അതുമല്ല മരുഭൂമിയിൽ ആ ഒരു കാറ്റിന്റെ ശബ്ദം എന്താണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. നോക്കുമ്പോഴത്തേക്കും ദൂരെ നിന്ന് ഒരു രൂപ ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് മഗ്ഡയുടെ മുഖം വെച്ചിട്ട് ആ ഒരു ഉറുമ്പ് അങ്ങനെ ഇവരുടെ മുന്നിലേക്ക് വരുന്നു. അപ്പൊ എന്തായാലും അവിടെ വണ്ടിയിലുള്ള എല്ലാവരെയും ആ ഒരു ഉറുമ്പുകൾ കൊന്നെന്ന് ഇവർക്ക് മനസ്സിലായി. അതുമല്ലാതെ ആ ഒരു ഉറുമ്പുകൾ എന്താ ചെയ്യുന്ന വെച്ചാല് അവളുടെ വായനുള്ളിലൂടെ ഒരുപാട് ഉറുമ്പുകളെ ഇതിനുള്ളിലേക്ക് കടത്തി വിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പെട്രോൾ ഒഴിച്ചത് കൊണ്ട് അകത്തേക്ക് കയറാനായിട്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും എല്ലാ ഉറുമ്പുകളും അവിടെ നിന്ന് പോകുന്നതും അടുത്ത ദിവസം രാവിലെയായി 3 പേരും കണ്ണു തുറന്നിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിലിരിക്കുന്ന റേഡിയോയിൽ ആരുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് ആരോ നമ്മളെ രക്ഷിക്കാനും വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് 3 പേരും ഓടി മുകളിലേക്കെല്ലാം ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു വലിയ കുഴി ഇങ്ങനെ കാണുന്നു. എന്താണെന്ന് വെച്ചാൽ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സെല്ലോത്ത് ചുറ്റിയിൽ വെച്ചിട്ട് ഒരു മൺകൂനയിൽ ഇടിച്ചിരുന്നല്ലോ ആ ഒരു സ്ഥലമാണിത്. അങ്ങനെ ഇവര് 3 പേരും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ചാടി ഇറങ്ങി. ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മനുഷ്യരുടെ അസ്ഥികളെല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കൂട് പോലെ എന്തോന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഇവരോട് പറയുന്നത് ഈ ഒരു ഉറുമ്പുകളുടെ എല്ലാം റാണിയായിട്ടുള്ള ഉറുമ്പ് ഇതിനകത്താണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു ഉറുമ്പുകളെല്ലാം എങ്ങനെയാണ് മനുഷ്യനെ പോലെ മാറുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാല് അതിനിപ്പോ വേണ്ടത് മനുഷ്യന്റെ എല്ലുകളാണ്. കാരണം നമ്മുടെ ലോകൻ അതിന് ആദ്യമായിട്ട് അതിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത സമയത്താണ് അത് നമ്മളെ മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. കാരണം അത് യൂസ് ചെയ്തിരുന്ന ആ ഒരു മനുഷ്യന്റെ എല്ലുകൾ നമ്മൾ തകർത്തു. വെളിയിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം മുടിക്കാരൻ അപ്പൂവൻ ഇവരെല്ലാം അന്വേഷിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നു. അതേസമയം ഹീറോയിൻ ഒന്നും മനസ്സിലാവുന്നില്ല. ഹീറോയി ചോദിക്കും, അല്ല നീ പറയുന്നത് പോലെ ആ ഒരു എല്ലുകൾ വെച്ചിട്ട് ഈ ഉറുമ്പുകൾക്ക് എന്താ ആവശ്യം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതും അപ്പോഴാണ് ഹീറോ പറയുന്നത് സത്യം പറഞ്ഞല്ലേ ആ ഒരു ഉറുമ്പുകളെല്ലാം ഈ ഒരു കൂടിനുള്ളിൽ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കായിരുന്നു. അപ്പോഴേക്കാണ് ആ ഒരു ഒരുത്തം വന്നിട്ട് ഇത് തകർത്തത്. അതുകൊണ്ട് തന്നെ അതിൽ ജീവിക്കാൻ പറ്റിയ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമല്ലേ ഇത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. പക്ഷേ ഈ ചെറിയ ഉറുമ്പുകളെ കൊണ്ട് എത്ര ദൂരം എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യാനായിട്ട് അതുകൊണ്ട് ഒരിക്കലും അതിന് കഴിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് മനുഷ്യരെ കൊന്ന് അതിന്റെ എല്ലുകൾ ഉപയോഗിച്ച് ഒരു രൂപമായിട്ട് മാറി ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനെ തന്നെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഉറുമ്പുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ റാണി ഉറുമ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാല് അതെല്ലാം മനുഷ്യന്റെ ഈ അസ്ഥികൾ വെച്ചിട്ട് മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുഭൂമി മൊത്തം ആ ഒരു ഉറുമ്പുകളെയാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തത്. അതുകൊണ്ടാണ് അതെല്ലാം നമ്മളെ കൊന്ന് നമ്മുടെ എല്ലുകൾ ഉപയോഗിച്ചിട്ട് അതിന്റെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയം വെളിയിലെ ആ ഒരു വെള്ളമുടിക്കാരപ്പൂപ്പ ഇതെല്ലാം കണ്ടിട്ട് ഹേയ് 3 പേര് വെളിയിലേക്ക് വാന്നും പറഞ്ഞ് അയാൾ തോക്കുകൊണ്ട് നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് നിങ്ങൾ 3 പേര് ബാക്കിയുള്ളവരെല്ലാം കൊന്നിട്ട് രക്തമായിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും ഇവര് പറയും ഹേയ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ ഞങ്ങളെ സംശയിക്കുന്നത് ചോദിക്കുമ്പോൾ ശരി ബാക്കി 3 പേര് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് 3 പേര് മരിച്ചുപോയി എന്നിങ്ങനെ പറയുന്നതും ഓ അപ്പൊ അവരെ 3 പേരെ നിങ്ങൾ കൊന്നു എന്നും പറഞ്ഞിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഇവർക്ക് തോക്കിരിക്കുന്നത് കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെ വിലം കേട്ടിട്ട് അയാളുടെ ആ ഒരു ട്രക്കിൽ കയറ്റി അയാൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ വണ്ടിയിലിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ 3 പേര് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഈ ഒരു മണ്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമ്മൾ പറഞ്ഞാൽ നേരിട്ട് കാണാതെ അയാൾ എന്തായാലും ഇതിനെ പറ്റി വിശ്വസിക്കത്തില്ല എന്ന് നമ്മുടെ ഹീറോ പറയുന്നതും ലോകൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്തായി കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ട് അയാളുടെ സീറ്റിന് പുറകിലൂടെ അപ്പൂവനെ ഒരു ഒറ്റ ചവിട്ട് അപ്പൂവന്റെ തല വന്നിടിച്ച് ബോധം പോകുന്നതും വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വേറെ എവിടേക്കോ വന്നിങ്ങനെ ഇടിച്ചങ്ങ് നിൽക്കുന്നു. അങ്ങനെ ഇവർക്ക് എന്തായാലും വണ്ടി കിട്ടി. അവർ അപ്പൂപ്പനെ പിടിച്ച് പുറകിൽ കെട്ടിയിട്ടിട്ട് ഇവർ 3 പേരും ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നത് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത് ഇതുപോലൊരു സാധനത്തിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല, അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് നശിപ്പിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോയും പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ കൂടുതൽ അലയുകയാണെങ്കിൽ ഇനി അത് പോകാനായിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഇവിടെ അടുത്തുള്ള വലിയൊരു തുരങ്കമുണ്ട്, അതിനകത്ത് മാത്രമായിരിക്കും, അത് നമ്മുടെ ക്യാമ്പിന്റെയും ഈ ഒരു മരുഭൂമിയുടെ ഇടയ്ക്കാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും അവിടേക്ക് പോകുന്നു. നോക്കുമ്പോഴത്തേക്ക് ഒരു പഴയ തുരങ്കം ഇവിടെയുണ്ട്. ഇതേപോലെ ഈ രത്ന മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു തുരങ്കമാണത്. പക്ഷെ ഇപ്പൊ അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ 3 പേരും അതിനകത്തേക്ക് കയറി പോകുന്നതും അതിനകത്തൊരു പഴയ ജനറേറ്റർ മാത്രമേ ഉള്ളൂ, അതാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ വന്നിട്ട് അതിന്റെ വയറുകളെല്ലാം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി കൂട്ടിച്ചേർത്തെല്ലാം വെക്കുമ്പോഴത്തേക്ക് ലൈറ്റുകളെല്ലാം കത്തുകയും ചെയ്യുന്നു. ആഹാ മിടുക്കനാണല്ലോ. അതുപോലെ അകത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ലോകന്റെ കയ്യിലാണെങ്കിൽ നൈട്രോ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ലിക്വിഡ് ഉണ്ട്. അതാണെങ്കിൽ കുറച്ച് താഴെ വീണ് കഴിഞ്ഞാൽ മതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെയുള്ള ലിക്വിഡ് പോലെ എന്തോ ഒന്നാണ്, അത് ചെറിയൊരു ട്യൂബിനുള്ളിലാണ് അത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ലോകനെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വെള്ളമുടിക്കാരൻ അപ്പൂപ്പനെ വണ്ടിക്കകത്ത് തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് 3 പേരും അതിന് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഉറുമ്പിന്റെ രൂപമാണെങ്കിലും ഒളിച്ചിരുന്നിട്ട് ഇവരെങ്ങനെ ശ്രദ്ധിക്കാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു രൂപം മറ്റൊരു വശത്തേക്ക് പോകുന്നതും ഇത് നമ്മുടെ ലോകൻ കണ്ടിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും ഹീറോയിനും വിളിക്കുന്നുണ്ട് ഹേയ് ലോകൻ ഒറ്റയ്ക്ക്
പോരുത്, അത് നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ലോകൻ അവിടെയെല്ലാം ചെന്നിങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് ആ ഒരു രൂപം ലോകന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റയടി താഴെ വീണ ലോകന് എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അത് ലോകന്റെ അടുത്തേക്ക് വന്നിട്ട് ലോകനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് അതിന്റെ മുകളിലേക്ക് ഒരു ഒറ്റയേറ്. അപ്പോഴേക്കും ആ ഒരു രൂപ ഇപ്പോൾ നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുറെ ദൂരം ഓടുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കുഴി കാണുന്നതും അതിനടുത്തേക്ക് ചെന്ന് ബ്രേക്ക് കുഴിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ പുറകെ വന്ന ഉറുമ്പുകളുടെ രൂപത്തിന് അത് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. നല്ല കാര്യം, കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരിച്ചനെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലോകനാണെങ്കിലും കുഴിയുടെ അടുത്തേക്ക് വന്ന് ആശ്വാസമെന്നും പറഞ്ഞ് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഉറുമ്പുകളുടെ രൂപം നമ്മുടെ ലോകന്റെ കാലിലേക്ക് പിടിച്ച് അങ്ങനെ വലിക്കുന്നതും അവനെ വലിച്ച് താഴെക്കിടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും വന്നിട്ട് അവന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. അങ്ങനെ ഹീറോയിനും കൂടി അടുത്തേക്ക് വന്ന് രണ്ടുപേരും അവനെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെ ഇവര് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും ലോകന്റെ പോക്കറ്റിൽ നിന്നും ഇവൻ എടുത്തുകൊണ്ട് വന്ന ഒരു ചെറിയ ട്യൂബ് ഉണ്ടല്ലോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അത് താഴേക്ക് ഒന്ന് വീഴുന്നത് കാണുന്നതും ഹീറോ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ച് ലോകന്റെ പിടിയും വിട്ട് ഒരു ഒറ്റ ഓട്ടം. ഇനി നിന്ന് കഴിഞ്ഞാൽ ലോകനും ഇവരും കത്തിച്ചാമ്പലാവും. അങ്ങനെ ഇവർ ഓടി വെളിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇത് താഴേക്ക് വീണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും നമ്മുടെ ഹീറോയിനെ എങ്ങനെയോ ഒരു തുരങ്കം വിട്ട് നേരെ വെളിയിലേക്കും വന്നു. എന്നിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു റൂമിലേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയാണ് ആ ഒരു റാണി ഉറുമ്പിരിക്കുന്നത്. അത് ഒരു പ്രത്യേക സെല്ലിനുള്ളിൽ. അങ്ങനെ ഇത് കാണുന്നതും അപ്പൊ ഈ ഒരു റാണി ഉറുമ്പാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഇത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ബാക്കിയുള്ള ഉറുമ്പുകളെല്ലാം ഇവരുടെ അടുത്തേക്ക് ഇവരെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരുവാണ്. അതേസമയം എന്തായാലും റാണി ഉറുമ്പിനെ കൊന്നാലേ ഇതെല്ലാം ഇല്ലാതാവത്തുള്ളൂ. അതുകൊണ്ട് ഹീറോ ഒരു കത്തി എടുത്തിട്ട് ആ ഒരു സെല്ലിനുള്ളിലേക്ക് കുത്തി കയറ്റി ആ ഒരു റാണി ഉറുമ്പിനെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവരുടെ അടുത്തേക്ക് വന്ന ആ ഒരു ഉറുമ്പുകളെല്ലാം പെട്ടെന്ന് പേടിച്ച് എങ്ങോട്ടോ ഓടിപ്പോവുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ആ ഒരു തുരങ്കാണെങ്കിലും പെട്ടെന്ന് തകരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഇവര് രണ്ടുപേരും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വെളിയിലേക്കും വരും. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പനാണെങ്കിൽ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ, മരിക്കേണ്ടവരും മരിച്ചു. അങ്ങനെ രണ്ടുപേരും വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് ക്യാമ്പിന്റെ അടുത്തേക്ക് തന്നെ വരികയും ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെയുള്ള ജോലിയും മതിയായി ഇനി എങ്ങനെ നാട്ടിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇവിടം വിട്ട് വരാനായിട്ട് തയ്യാറല്ല. ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി ക്യാമ്പിലുള്ള ആളുകൾക്ക് സിസ്റ്റം അനലൈസ് ചെയ്ത് കൊടുക്കണം, അത് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അത് ചെയ്തു കൊടുക്കാതെ ഞാൻ ഒരിക്കലും വരത്തില്ല എന്ന് പറയുന്നതും അവസാനം വരെയും ആ ഒരു ബലൂണും വെച്ചിട്ട് ഇവർ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കാൻ പോവാണ് എന്ന് നമ്മുടെ ഹീറോയും പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇരിക്കുന്നെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും അവനോട് യാത്രയും പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ വണ്ടിയിലേക്ക് ഒരു വലിയ പെട്ടി എടുത്ത് അങ്ങനെ വെക്കുന്നതും ആ ഒരു പെട്ടിക്കുള്ളിൽ എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും റാണി ഉറുമ്പിന്റെ ആ ഒരു മുട്ട, ഈ ഒരു മുട്ടയും കൊണ്ട് അവൻ വേറെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും മനസ്സിലായി. അപ്പൊ എങ്ങനെയായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അടുത്ത മൂവി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.